കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ വംശം എന്ന കവിതയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വംശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, മനുഷ്യനെ മൊത്തത്തിൽ പറയുന്നതാണ് മനുഷ്യവംശം. അതുപോലെ ഇവിടെ ഉറുമ്പെന്ന വിഭാഗത്തെ, ഉറുമ്പുകളെ ഒരുമിച്ച് പറയുന്നതാണ് ഉറുമ്പിൻ്റെ വംശം. ആ ഒരു വംശത്തെക്കുറിച്ച്, ആ ഒരു വംശത്തിൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്നതാണ് ഈ കവിത വംശം എന്ന് പറയുന്നത്. മലയാളത്തിലെ പ്രശസ്ത കവയിത്രികളായ ബാലാമണി അമ്മയ്ക്കും സുഗതകുമാരിക്കും ശേഷം ഉയർന്നു വന്ന വേറിട്ട ശബ്ദമാണ് വിജയലക്ഷ്മിയുടേത്. അപ്പോൾ വിജയലക്ഷ്മി എന്ന പ്രശസ്ത കവയിത്രിയുടേതാണ് ഈ വംശം എന്ന കവിത. നമുക്കിന്നത്തെ ഈ ക്ലാസ്സിൽ വംശം എന്ന കവിത എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പായി നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ഇവിടെ യൂണിറ്റ് 2-ലാണ് വരുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ഒരു നമ്മുടെ യൂണിറ്റ് 2 പദം പദം ഉറച്ചു നാം എന്നാണ്. അതിനകത്ത് നമുക്ക് 2 വരി തന്നിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പിൻ്റെ നക്ഷത്രഗീതം എന്ന് പറയുന്നതിൽ നിന്നുള്ള 2 വരികൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോയത്, കാരണം ഇത് 2024 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കാണാതെ പോകാൻ പാടില്ല. നമുക്ക് ഇതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ പൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി. അപ്പോൾ എന്താ ആ വരികളുടെ അർത്ഥം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിത്രവും വരികളും വിശകലനം ചെയ്യുക, ലഭിച്ച ആശയങ്ങൾ വിവിധ വ്യവഹാര രൂപങ്ങളിൽ പരിഷ്കരിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ചിത്രവും ഈ വരികളും നോക്കുക, എന്തെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ചിത്രത്തിലേക്ക് പോവാം. അവിടെ കാണുന്നത്? മരമാണല്ലേ? ഒരു മരം, ഒരു സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന ഒരു മരം. അപ്പോൾ ഈ മരങ്ങളിൽ നിന്ന് സാധാരണ നമുക്ക് എന്താ കിട്ടാറുള്ളത്? പഴങ്ങളും അല്ലേ, വിറക്, പിന്നെ തണൽ നൽകുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു മരം തന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരു പുഞ്ചിരി ഉണ്ട് ആ മരത്തിൻ്റെ മുഖത്ത്. അതായത് നോക്കി, നമുക്ക് ഈ മരത്തിൽ നിന്ന് ഇവിടെ എന്താ കിട്ടുന്നത് നമുക്ക് പറയാം. മരത്തിൽ നിന്ന് നമുക്ക് തണൽ കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ ആ തണൽ എങ്ങനെയാണ്? നമുക്ക് ഈ മരം കടും ചൂടിനെ, ആ സൂര്യപ്രകാശത്തിലെ ആ ചൂടിനെ സഹിച്ചിട്ടാണ് നമുക്ക് തണൽ നൽകുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ചിത്രവും ഇവിടുത്തെ വരികളും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ, ജീവിതം എനിക്ക് ചൂളയായിരുന്നപ്പോൾ. ചൂളയെന്നറിയാലോ, ചൊട്ടു പൊള്ളുന്ന ചൂള, മൺകട്ടകളൊക്കെ ഇഷ്ടിയൊക്കെ ഉണ്ടാക്കുന്ന തീച്ചൂളകൾ, അല്ലെങ്കിൽ തീച്ചൂള എന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ഭയങ്കര ജീവിതം എനിക്ക് ചൂളയായിരുന്നപ്പോൾ, അതായത് ജീവിതം എനിക്കൊരു കഷ്ടപ്പാടായിരുന്നപ്പോൾ പൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി. ഭൂമിയുടെ വെളിച്ചത്തിൽ ഞാൻ വെണ്മ ഉളവാക്കി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് എനിക്ക് ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഞാൻ അതിജീവിച്ച് മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുന്നു. അതായത് ജി ശങ്കരക്കുറുപ്പ് ഈ വരികളിലൂടെ പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും അതെല്ലാം നമ്മൾ തരണം ചെയ്ത് അതിജീവിച്ച് മറ്റുള്ളവർക്ക് സഹായകമാകണം എന്നാണ് ഇവിടെ ജി ശങ്കരക്കുറുപ്പ് പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ അതിൻ്റെ ഒരു അർത്ഥമെന്നും മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് വംശം എന്ന കവിതയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ വംശം എന്ന കവിതയിലെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഒരു കറുത്ത ഉറുമ്പിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിജയലക്ഷ്മി ഒരു കറുത്ത ഉറുമ്പിനെ കണ്ടിട്ട് അതിൻ്റെ ഭംഗിയും പിന്നെ അതിൻ്റെ കഷ്ടപ്പാടുകളും അതിൻ്റെ ജീവിത രീതിയും കണ്ടിട്ട് അതിനെ നമുക്ക് മാതൃകയാക്കണം എന്ന് പറയുന്നതാണ് ഈ കവിത. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഇനി കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് കുറച്ച് വാക്കുകളുടെ അർത്ഥവും പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് അറിയാം, നമുക്ക് സാധാരണ മലയാളത്തിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അർത്ഥം, അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എഴുതുക എന്ന് പറഞ്ഞ് 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിരിച്ചെഴുതുക എന്ന് പറഞ്ഞ് വരാറുണ്ട്. പിന്നെ വിഗ്രഹിച്ചെഴുതാൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതുപോലുള്ള പറ്റിയ അർത്ഥങ്ങളും വിഗ്രഹിച്ചെഴുതാൻ പറ്റിയ വാക്കുകളും പിന്നെ പിരിച്ചെഴുതാൻ പറ്റിയ വാക്കുകളൊക്കെ എടുത്ത് ഞാനിവിടെ ബോർഡിൽ എഴുതിയിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോണം. കവിതയുടെ ആശയം മനസ്സിലാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് അവയ്ക്കുള്ളത്. ഫസ്റ്റ് വരി ശ്രദ്ധിച്ചോ. പാരം വിശപ്പാൽ കുഴങ്ങുമുറുമ്പൊന്നു പ്രാതലിനെത്തി അടുപ്പുമുക്കിൽ. അപ്പോൾ എന്താ പറയുന്നത്? പാരം. ഈ പാരം എന്ന് പറയുന്നത് അറിയാവോ? അപ്പോൾ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ കാണും അല്ലേ? പാരം വിശപ്പാൽ. ചിലപ്പോൾ ഈ വരി തരും, എന്നിട്ട് ഈ പാരം എന്ന് പറയുന്ന വാക്കിൻ്റെ വാക്കിന് അടിവര ഇട്ടിരിക്കും. എന്നിട്ട് പറയും ഈ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ വാക്കിൻ്റെ അർത്ഥം അറിയണം. അപ്പം നമുക്ക് പാരം, എന്താണ് പാരം?
പാരം എന്ന് പറഞ്ഞാൽ വളരെ എന്നാണ് അർത്ഥം കേട്ടോ. പാരം എന്ന് പറഞ്ഞാൽ വളരെ എന്നാണ് അർത്ഥം. പാരം എന്ന് പറഞ്ഞാൽ വളരെ എന്നാണ് അർത്ഥം. അപ്പോൾ പാരം എന്ന് വെച്ചാൽ വളരെ വളരെ. പാരം വിശപ്പാൽ കുഴങ്ങും ഉറുമ്പൊന്ന്. അപ്പോൾ വളരെ വിശപ്പാൽ, വളരെ വിശപ്പോടുകൂടെ കുഴങ്ങും ഉറുമ്പൊന്ന്. നമുക്കറിയാം വിശപ്പ് വരുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും. അതുപോലെ ഇങ്ങനെ വിശപ്പ് കൊണ്ട് കുഴഞ്ഞു നിന്ന ഉറുമ്പൊന്ന് എവിടെ? പ്രാതലിനെത്തി അടുപ്പുമുക്കിൽ. പ്രാതൽ, പ്രാതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാത ഭക്ഷണം. പ്രാതൽ. ഓക്കെ, പ്രാതൽ, പ്രാതൽ എന്ന് വെച്ചാൽ പ്രഭാത ഭക്ഷണം. ഓക്കെ, അപ്പോൾ വളരെ വളരെ വിശപ്പ് കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞ ഉറുമ്പ് പ്രാതലിന് വേണ്ടി, പ്രഭാത ഭക്ഷണത്തിനായി അടുപ്പ് മുക്കിൽ, അടുപ്പിൻ്റെ മുക്കിലെത്തി. പിന്നെന്താ? പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി. പാതകത്തിന്മേൽ, അപ്പോൾ അടുക്കളയാവുമ്പോൾ നമ്മൾ അടുക്കളയിൽ പാതകമുണ്ടല്ലോ, ആ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി. തേങ്ങാത്തരി അറിയാലോ, തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങയൊക്കെ ഇങ്ങനെ നമ്മൾ ചിരകുമ്പോൾ എന്താണ്, അവിടെ തേങ്ങാക്കൊത്ത് വീഴാറുണ്ട് അടുത്തൊക്കെ. അപ്പോൾ ഈ പാതകത്തിന്മേൽ അങ്ങനെ തെറിച്ച് കിടന്ന ഈ തേങ്ങാത്തരീനെ പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി. പൂവ് പോലെ, എങ്ങനെയാണ്? പൂവ് പോലെ കൊമ്പിൽ എടുത്തുയർത്തി. നമുക്കറിയാം ഉറുമ്പിന് എത്ര 6 കാലും പിന്നെ അല്ലേ ഒരു കുഞ്ഞു കൊമ്പ് പോലത്തെ ഇതുണ്ട്. അപ്പം ആ കൊമ്പിൽ ഇങ്ങനെ എടുത്തുയർത്തി. നമ്മൾ കണ്ടിട്ടില്ലേ ഉറുമ്പൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് എന്താ ചുമടും കൊണ്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ തേങ്ങാത്തരിയെ എടുത്ത് എന്താണ് പൂവ് പോലെ കൊമ്പിലെടുത്തുയർത്തി. എന്നിട്ട് എന്താണ്? അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. തേങ്ങാത്തരി വിഗ്രഹിച്ചെഴുതുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തേങ്ങാത്തരി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അങ്ങനെ വിഗ്രഹിച്ചെഴുതെന്ന് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ഓപ്ഷൻ തരും വിഗ്രഹിച്ചെഴുതിയതിൻ്റെ. എന്നിട്ട് അതിൽ കറക്റ്റ് ഏത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാത്തരി, തേങ്ങാത്തരി എന്ന് പറഞ്ഞാൽ അതിന് വിഗ്രഹിച്ചെഴുതാൻ പറയുന്നത് എന്താണ്? തേങ്ങാത്തരി, തേങ്ങയുടെ തരി എന്നാണ്. ഓക്കെ, തേങ്ങാത്തരി, തേങ്ങാത്തരി. എന്താണ് വിഗ്രഹിച്ചെഴുതാൻ പറഞ്ഞത്? തേങ്ങയുടെ തരി. തേങ്ങയുടെ തരിയാണ് തേങ്ങാത്തരി. ഓക്കെ, ഇനി ഈ തേങ്ങയ്ക്ക് തന്നെ നമുക്ക് വേറെ എന്തൊക്കെ പറയാം? തേങ്ങയ്ക്ക് തന്നെ നമുക്ക് നാളികേരം എന്ന് പറയാം അല്ലേ? നാളികേരം. ചിലപ്പോൾ നമുക്ക് സമാന പദങ്ങൾ എഴുതാൻ ചോദിക്കും. അപ്പോൾ ഇതിന് പകരം പദം, അപ്പോൾ തേങ്ങ എന്ന് പറയുന്നത് അതിന് സമാനമായ പദം ഏതെന്ന് ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് ഒന്ന് പഠിച്ചു വയ്ക്കാം. നാളികേരം എന്ന് പറയും, കേരം എന്ന് പറയും അല്ലേ? അപ്പോൾ തേങ്ങയ്ക്ക് നാളികേരം എന്ന് പറയാം, കേരം എന്ന് പറയാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ തേങ്ങാത്തരി എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ തരി. അപ്പോൾ ഈ തേങ്ങാത്തരിയെ എന്താ പൂവ് പോലെ ഇങ്ങനെ എടുത്തുയർത്തി പോവുകയാണാറു കാലുകൾ ചന്തമായി താളത്തിൽ വച്ചു തിരക്കു കൂട്ടി. അപ്പോൾ എന്താണ്? പോവുകയാണ് 6 കാലുകൾ. അപ്പോൾ ഉറുമ്പിന് എത്ര കാലുണ്ട്? 6 കാലുകൾ. അപ്പോൾ ഉറുമ്പിൻ്റെ ആ 6 കാലുകൾ പോവുകയാണ്. എങ്ങനെ? ചന്തമായി, നല്ല ഭംഗിയിൽ. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഉറുമ്പുകൾ ഇങ്ങനെ വരിയായിട്ട് പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നും ആ വരിയൊന്നും നിരയൊന്നും തെറ്റാതെ ഒരേ രീതിയിൽ പോകും. അത് നല്ല ഭംഗിയാണ്. അപ്പോൾ കവയിത്രി അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കവയിത്രി പറയാണ് നല്ല ചന്തമായി പോവുകയാണ്, താളത്തിൽ വെച്ച് തിരക്ക് കൂട്ടി. താളത്തിൽ, ഒരേ താളത്തിൽ തിരക്ക് കൂട്ടി. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഉറുമ്പിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉറുമ്പ് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കണം. ഉറുമ്പിനെയൊക്കെ കണ്ട് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതെന്താണ്? നല്ല ഒരു താളത്തിൽ എന്താണ് തിരക്കിട്ടാണ് പോകുന്നത്. ഉറുമ്പിനെ ശ്രദ്ധിച്ചിട്ട് ഭയങ്കര വെപ്രാളത്തിലാണ് പോകുന്നത്. അപ്പോൾ തിരക്ക് കൂട്ടി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പിരിച്ചെഴുതാൻ പറ്റിയൊരു പദമുണ്ട്. ഏതാണ്? പോവുകയാണ് അല്ലേ? പോവുകയാണ്, പോവുകയാണ്, പോവുകയാണ്. ഇതെങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? പോവുകയാണ് ഇതെങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? പോവുക പ്ലസ് ആണ് അല്ലേ? പോവുക അധികം ആണ്, പോവുക അധികം ആണ്, ഇതാണ് പോവുകയാണ്. ഓക്കെ, അപ്പം പോവുകയാണ് 6 കാലുകൾ. ഓക്കെ, എങ്ങനെയാണ്? 6 കാലുകൾ. അപ്പോൾ കാലുകൾക്ക് എന്താണ്? കാലിന് എന്ത് നമുക്ക് വേറെ പകരം പറയാം? വേറെ ഏതൊക്കെ? കാല്. അത് നമുക്ക് ഏതൊക്കെ വേറെ പകരം പദം അറിയാം? കാലിന് നമുക്ക് അക്രി എന്ന് പറയാം,
ചരണം എന്ന് പറയാം, പാദം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതൊക്കെയാണ് കാലിൻ്റെ പകരം പദങ്ങൾ. അപ്പോൾ എങ്ങനെ എഴുതും? കാലെങ്ങനെ എഴുതും? അക്രി എന്ന് പറയാം. ചരണം, തവ ചരണത്തിൽ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ. ചരണം. പിന്നെ പാദം, അങ്ങയുടെ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു പുതിയ വാക്കായിരിക്കും. ചിലപ്പോൾ ഇത് ചോദിച്ചിട്ട് ഇതിന് ഇപ്പോൾ അക്രി എന്ന് പറഞ്ഞിട്ട് ഇതിന് പകരം സമാനമായ അർത്ഥം ഈ കവിതയിൽ ഏത് വരിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കാലിന് എഴുതാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ പഠിച്ചോ. കാലിന് അക്രി, ചരണം, പാദം എന്നൊക്കെ പറയാം. അപ്പോൾ എങ്ങനെയാണ്? പോവുകയാണ് 6 കാലുകൾ ചന്തത്തിൽ അല്ലെ. തിരക്ക് കൂട്ടി ഇങ്ങനെ പോവുക. നല്ല ചന്തത്തിൽ തിരക്കുകൾ കൂട്ടി നല്ല 6 കാലുകൾ പോവുകയാണ്. പിന്നെന്താണ്? എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാ പോകുന്നത്? അടുത്ത വരി പറയുന്നുണ്ട്. പേമഴക്കാലത്ത് സോതുവാ മീത്തരി സോദരർക്കൊത്താസ്വദിക്ക നല്ലു. അപ്പം എന്താണ്? പേമഴക്കാലത്ത്, പേമഴ എന്ന് പറഞ്ഞാൽ എന്താണ്? പേമഴ എന്ന് പറഞ്ഞാൽ കനത്ത മഴ അല്ലേ. പേമഴ എന്ന് പറഞ്ഞാൽ കനത്ത മഴ. പേമഴക്കാലത്ത്. അപ്പോൾ കനത്ത മഴക്കാലത്ത് എന്താണ്? സോതുവാ മീത്തരി, സോതോടെ ഈ തരി. ഏത് തരി? തേങ്ങാത്തരി. സോദരർക്കൊത്താസ്വദിക്കുക. സോദരർ എന്ന് വെച്ചാൽ എന്താണ്? സോദരർ എന്ന് വെച്ചാൽ സഹോദരങ്ങൾ കേട്ടോ. സഹോദരർ എന്നാണ് അർത്ഥം. അപ്പം സോദരർ എന്ന് വെച്ചാൽ സഹോദരർ. എന്താണ്? സഹോദരർ എന്നാണ് അർത്ഥം. സോദരർ. അപ്പോൾ സഹോദരർക്കൊത്ത്. അപ്പോൾ ഈ കനത്ത മഴക്കാലത്ത് ഉറുമ്പുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ? ഉറുമ്പുകൾ എന്ന് വെച്ചാൽ എന്താണ്? രാവുന്നോ പകലെന്നല്ലാതെ എപ്പോഴും എന്താണ്? ഭാരവും വഹിച്ചുകൊണ്ട് പോകുന്നതാണ്, ആഹാരമൊക്കെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അവർ മഴക്കാലം ആകുമ്പോൾ അവരെന്താണ്? അത്ര അധികം കാണത്തില്ല അല്ലെ, ആക്റ്റീവ് അല്ലായിരിക്കും. അപ്പോൾ ഇവർ ഇതെല്ലാം ശേഖരിച്ച് അവരുടെ കൂട്ടിൽ കൊണ്ട് വെച്ചിട്ട് മഴക്കാലത്തത് നല്ല ആസ്വദിച്ച് കഴിക്കാനാണ്. അപ്പോൾ അതാണ് പറയുന്നത് പേമഴക്കാലത്ത്. മഴക്കാലത്ത് എന്താണ്? പേമഴക്കാലത്ത് സോതുവാം ഈ തരി. അപ്പോൾ ഈ തരി സോതോടെ സോദരർക്കൊത്ത് ആസ്വദിക്കുക നല്ലു എന്ന് വെച്ചാൽ നല്ലത് എന്നാണ് അർത്ഥം. അപ്പോൾ നല്ലു എന്ന് വെച്ചാൽ നല്ലത്. അപ്പം സോദരർക്ക്, അപ്പോൾ ഈ കനത്ത മഴക്കാലത്ത് സോദരർക്കൊപ്പം ഇത് ആസ്വദിച്ച് കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് ഉറുമ്പ് പറയുന്നത് അല്ലേ. പിന്നെ അടുത്ത വരിയിൽ എന്താ പറയുന്നത്? എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. അപ്പോൾ അവിടെ എന്താണ്? ഉറുമ്പിൻ്റെ ഭംഗിയെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അല്ലേ, എണ്ണമിനുങ്ങും മുഖത്തെന്ത് ഗൗരവം. നമ്മൾ ഉറുമ്പിനെ കണ്ടിട്ടില്ലേ? ഉറുമ്പിൻ്റെ എന്താണ്? ഉറുമ്പിൻ്റെ ശരീരം നല്ല ഗ്ലോസി ടൈപ്പാണ് അല്ലെ, നല്ല മിനുങ്ങുന്ന ഒരു തിളക്കമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? എണ്ണമിനുങ്ങും, എണ്ണ പോലെ ഇങ്ങനെ വഴുവഴുപ്പുള്ള എണ്ണമിനുങ്ങും. മുഖത്തെന്തു ഗൗരവം. മുഖത്ത്, നിൻ്റെ എണ്ണ മിനുങ്ങുന്ന ഈ മുഖത്ത് എന്തിനാണ് ഇത്ര ഗൗരവം? അപ്പം മുഖത്തിന് എന്തൊക്കെ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും പഠിക്കുന്നതാണ്. മുഖത്തിന് പകരം പദങ്ങൾ അല്ലെങ്കിൽ പര്യായ പദങ്ങൾ ഏതൊക്കെ പഠിക്കാം? എന്താണ്? മുഖം, ആനനം, എന്താ? വദനം പറയാം അല്ലേ. പിന്നെ വേറെ എന്താ പറയാം? ആനനം, വദനം, ഹാസ്യം. അപ്പോൾ മുഖത്തിന് വേറെ എന്തൊക്കെ പറയാം? ആനനം, മുഖം, ആനനം, വദനം എന്ന് പറയാം. പിന്നെ ഹാസ്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മുഖത്തിൻ്റെ പര്യായ പദങ്ങൾ. മുഖത്തിന് ഇങ്ങനെയൊക്കെ പറയാം: ആനനം, വദനം, ഹാസ്യം. അപ്പോൾ എന്തൊക്കെ പറയുന്നത്? എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. എള്ളുടൽ, എള്ള് നമ്മൾ എള്ള് കണ്ടിട്ടില്ലേ? അപ്പോൾ എള്ളിൻ്റെ പോലത്തെ ഉടൽ എന്ന് വെച്ചാൽ എന്താണ്? ശരീരം. അപ്പോൾ എള്ള് പോലെ ഇരിക്കുന്ന നിൻ്റെ ശരീരത്തിന് എന്ത് സൗകുമാര്യം. സൗകുമാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഴക്, ഭംഗി എന്നാണ് അർത്ഥം. അപ്പോൾ എണ്ണ മിനുങ്ങും നിൻ്റെ മുഖത്ത് എന്തിനാണ് ഇത്ര, എണ്ണ മിനുങ്ങുന്ന പോലത്തുള്ള നിൻ്റെ മുഖത്ത് എന്തിനാണ് ഇത്ര ഗൗരവം? പിന്നെന്താണ്? എള്ളുടൽക്ക് എന്തൊരു സൗകുമാര്യം. നിൻ്റെ എള്ളുപോലെ ഇരിക്കുന്ന ആ ശരീരത്തിന് എന്ത് ഭംഗിയാ എന്നാണ് പറയുന്നത്. സൗകുമാര്യം, അഴക്. അപ്പോൾ എന്താണ്? സൗകുമാര്യം. സൗകുമാര്യം എന്ന് വെച്ചാൽ അഴക്. ഈ വാക്കുകളൊക്കെ ഞാൻ എഴുതരുന്നത്
നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ഈ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വരികളിലോട്ട് പോകാം. ഓക്കെ, ഇനി എന്താണ്, ഇനി അടുത്ത വരി പറയുന്നത് ഇത്തിരി പോന്നോരിടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലിങ് കണ്ടതുള്ളൂ. അപ്പോൾ എന്താണ് ഇത്തിരി പോന്നോര്, നമുക്കറിയാം ഉറുമ്പ് ഇച്ചിരിയേ ഉള്ളൂ അല്ലേ. ഇത്തിരി പോന്നോരിടുപ്പിതിൻ, ഇടുപ്പ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം, എന്താ അരക്കെട്ട്, നിൻ്റെ ഉറുമ്പിൻ്റെ അരക്കെട്ടിനെ. അപ്പം ഇടുപ്പ് എന്ന് വെച്ചാൽ അരക്കെട്ട് എന്നാണ് അർത്ഥം. ഇടുപ്പ് അരക്കെട്ട്, ഇടുപ്പ് എന്ന് വെച്ചാൽ അരക്കെട്ടെന്നാണ് അർത്ഥം. ഇത്തിരി പോന്നോരിടുപ്പിതിൻ ചാരുത, അടുത്ത വാക്കാണ് ചാരുത. ചാരുത എന്ന് വെച്ചാൽ എന്താണ്, ചാരുത എന്ന് വെച്ചാൽ ഭംഗി എന്നാണ് അർത്ഥം. ചാരുത എന്ന് വെച്ചാൽ ഭംഗി. അപ്പം ഇത്തിരി പോന്ന ഉറുമ്പേ, നിൻ്റെ ഇടുപ്പിൻ്റെ ചാരുത, ഭംഗി എന്താണ് മറ്റാർക്കുമില്ലിങ് കണ്ടതുള്ളൂ. അപ്പോൾ എന്താ പറയണേ, അപ്പം നിൻ്റെ ഇടുപ്പിൻ്റെ ഭംഗി ഞാൻ മറ്റാർക്കും ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് കവയിത്രി ഇവിടെ പറയുന്നത്. ആരാണ് നമ്മുടെ കവയിത്രി? വിജയലക്ഷ്മി പറയുന്നത്. അപ്പോൾ ഇത്തിരി പോകുന്നൊരു ഇടുപ്പിൻ്റെ ഭംഗി ഇതുവരെ ഞാൻ വേറെ ഒന്നിനും മറ്റാർക്കും കണ്ടിട്ടില്ല. അതല്ലേ, നല്ല ഉറുമ്പിൻ്റെ ഇടുപ്പൊക്കെ നല്ല അരക്കെട്ടൊക്കെ നല്ല ഭംഗിയാണ് അല്ലേ, നല്ല ഒതുങ്ങി വന്നിട്ട് നല്ല ഭംഗിയാണ്. എന്താണ് ഇത്രയ്ക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നു. അപ്പോൾ പറയാണ് ഇത്രയ്ക്ക് ഇങ്ങനെ. അപ്പോൾ ആദ്യം അരക്കെട്ടിന് വർണ്ണിച്ചു, നിൻ്റെ അരക്കെട്ട് എന്താ ഉറുമ്പി, നിൻ്റെ അരക്കെട്ട് നല്ല ഭംഗിയാണ്. ഇനി ഇത്രയ്ക്ക് ഒതുങ്ങിയത്, നമുക്കറിയാം ഉറുമ്പിൻ്റെ അരക്കെട്ട് നല്ല ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പം ഇത്രയ്ക്ക് ഒതുങ്ങിയത് അധ്വാനശീലവും പിന്നെ എന്താണ് നൃത്തച്ചുവടും, നിൻ്റെ ഈ നടന്നുള്ള ഈ നൃത്തച്ചുവടും നിൻ്റെ ഈ അധ്വാനശീലവും കൊണ്ടാണോ നിൻ്റെ ഇടുപ്പ് ഇത്രയ്ക്കിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ 2 വരികൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ള എന്താണ് ശീലവും, അത് പിരിച്ചെഴുതാൻ ചിലപ്പോൾ വരും. ഓക്കെ, എങ്ങനെയാണ് ശീലവും എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? ശീലം പ്ലസ് അതാണ് ശീലവും കേട്ടോ. അപ്പോൾ ശീലം പ്ലസ് ആണ് ശീലവും. പിന്നെ വേറെന്താ അവിടെ നിന്ന് ആ വരികളിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്? നൃത്തച്ചുവടും. അപ്പം നൃത്തച്ചുവട് അതെങ്ങനെ പിരിച്ചെഴുതാം? ഓക്കെ, നൃത്തച്ചുവട് എങ്ങനെ എഴുതാം, പിരിച്ചെഴുതാം? നൃത്ത അധികം ചുവട്, അതാണ് നൃത്ത അധികം ചുവടാണ് നൃത്തച്ചുവട്. അപ്പോൾ എന്താ ശീലവും നൃത്തച്ചുവടും. ഇനി ഈ നൃത്തച്ചുവട് തന്നെ വിഗ്രഹിച്ചെഴുതാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നൃത്തച്ചുവട്? അപ്പോൾ നൃത്തച്ചുവട് വിഗ്രഹിച്ചെഴുതാൻ ചോദിച്ചാൽ എങ്ങനെ എഴുതും? നൃത്തച്ചുവട് എന്ന് പറയുന്നത് നൃത്തത്തിൻ്റെ ചുവടിനെയാണ് വിഗ്രഹിച്ചെഴുതേണ്ടത്. ഓക്കെ, നൃത്തച്ചുവട് എന്താണ്? ഇത് പിരിച്ചെഴുതാൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക. ഇനി നൃത്തച്ചുവട് വിഗ്രഹിച്ചെഴുതാൻ ചോദിച്ചാൽ എന്തായാലും നൃത്തത്തിൻ്റെ ചുവടാണ് നൃത്തച്ചുവട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തെന്താണ്? അടുത്ത വരി ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരു ദാഹിച്ചിതാ നോക്കി നിൽപ്പൂ. അപ്പോൾ ദാരു എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം എന്നാണ് അർത്ഥം അല്ലേ. ദാരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാരു എന്ന് പറഞ്ഞാൽ വൃക്ഷം അല്ലെങ്കിൽ മരം എന്നൊക്കെ അർത്ഥം. ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ. അപ്പോൾ എന്താണ്? വൃക്ഷത്തിൽ പകർത്തണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, തടിയിൽ നിന്നെ കൊത്തണം, അതായത് നിൻ്റെ ഈ ഭംഗി എനിക്ക് തടിയിൽ കൊത്തി വെക്കണം എന്ന്. അപ്പോൾ നൃത്തത്തിൽ നിന്നെ പകർത്തണം എന്നെൻ്റെ, വൃക്ഷത്തിൽ അല്ലെങ്കിൽ തടിയിൽ നിന്നെ പകർത്തണം എന്നെൻ്റെ, കൊത്തി വെക്കണം എന്നെൻ്റെ വേരു ദാഹിച്ചിതാ നോക്കി നിൽപ്പൂ. അതായത് എന്താണ്, ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. അപ്പോൾ നിൻ്റെ ഈ രൂപഭംഗി, ഉറുമ്പിൻ്റെ രൂപഭംഗിനെ ഒരു തടിയിൽ കൊത്തി വെക്കണമെന്ന് കവയിത്രി ആഗ്രഹിച്ച് നോക്കി നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ അവിടെ നമുക്ക് ആ വരികളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദാരുവിൻ്റെ അർത്ഥം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്ത് പറയാം?
ഇവിടെ പിരിച്ചെഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? നിന്നെ പകർത്തണം, നിന്നെ പകർത്തണം, നിന്നെ പകർത്തണം. എങ്ങനെ? നിന്നെ പ്ലസ് പകർത്തണം. എങ്ങനെ എഴുതാം? നിന്നെ അധികം പകർത്തണം, പകർത്തണം, നിന്നെ അധികം പകർത്തണം. പിന്നെന്താണ്? ഇതാ അടുത്ത് വേറൊരു വാക്ക് ദാഹിച്ചിത. ദാഹിച്ചിത എങ്ങനെ പിരിച്ചെഴുതാം? ദാഹിച്ചിത, ദാഹിച്ച് അധികം ഇതാ. ഓക്കെ, അപ്പൊ ദാഹിച്ചിത. ഇതൊക്കെ 1 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള വാക്കുകളാണ് കേട്ടോ. ദാഹിച്ച് വരാതിരിക്കാം, പക്ഷെ നമ്മുടെ ഭാഗ്യം പോലെ ഇതൊക്കെയാണ്. ഇതൊക്കെ 1 മാർക്കിന് ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ദാഹിച്ച് അധികം ഇതാ. അപ്പോൾ ദാഹിച്ച് അധികം ഇതാണ് ദാഹിച്ചിതാ. ഓക്കെ, അടുത്ത വരി നോക്കാം. രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും. അപ്പം എന്താണ്? രാവ്. രാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കുറേ വാക്കുകളുണ്ട് അർത്ഥം പഠിക്കുന്നത്. രാവ് എന്ന് വെച്ചാൽ രാത്രി. എന്താണ്? രാവ്. രാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാവ്, രാത്രി. രാവ് എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം. പിന്നെന്താണ്? പകൽ. പകൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ദിനം, ദിവസം. പകലിന് കുറച്ച് അഹസ് അങ്ങനെയൊക്കെ വാക്കുകളുണ്ട്. അപ്പം എന്താണ്? പകൽ. പകലിന് എന്തൊക്കെ പറയാം? രാവിലെ രാത്രി പറയാം. പകലിന് എന്ത് പറയാം? ദിനം പറയാം, ദിവസം പറയാം, ദിവസം പറയാം, അഹസ് എന്നൊക്കെ. ഈ അഹസ് ഒരു കവിത തന്നിട്ട് അതിൽ നിന്ന് അഹസ് എന്ന് കൊടുക്കും. അപ്പോൾ അഹസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പകലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുന്ന് വരാം. അപ്പം രാവ് പറഞ്ഞു. പിന്നെ എന്താണ്? സന്ധ്യ. നമുക്കറിയാം സന്ധ്യാസമയം. പിന്നെന്താ? സന്ധ്യയിൽ ഉഷസ്സില്ലാതെ. ഉഷസ്. ഉഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം. ഉഷസ്, ഉഷസ്, ഉഷസ്. ഉഷസ് എന്താണ്? പ്രഭാതം, പ്രഭാതം, പ്രഭാതം. നമ്മൾ ആദ്യം പഠിച്ചു പ്രാതൽ, പ്രഭാത ഭക്ഷണം. അപ്പോൾ ഉഷസ് പ്രഭാതം. അപ്പോൾ സന്ധ്യ രാവ് രാത്രി എന്നോ, പകൽ പകലെന്നോ, സന്ധ്യ എന്നോ, ഉഷസ് എന്നോ, ഉഷസ് അല്ലെങ്കിൽ പ്രഭാത രാവിലെ എന്താണ് പ്രഭാതമെന്നോ ഇല്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും. നീ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഉറുമ്പിനെ ശ്രദ്ധിച്ച് നോക്കണം. ഉറുമ്പെന്ന് വെച്ചാൽ എപ്പോഴും ആക്റ്റീവാണ് അല്ലേ? രാത്രി നോക്കിയാലും കാണാം, രാവിലെ നോക്കിയാലും കാണാം, എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഉറുമ്പ്. അപ്പോൾ രാത്രി എന്നോ, അപ്പോൾ അത് കവയത്രി ഇവിടെ സൂക്ഷ്മമായി ഉറുമ്പിനെ നിരീക്ഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ രാവിലെ എന്നോ, പകലെന്നോ, രാത്രി എന്നോ, രാവിലെ എന്നോ, വൈകുന്നേരം എന്നോ, ഉച്ചയെന്നോ ഒന്നുമില്ലാതെ എന്താണ്? വേലയെടുത്തേ മരിച്ചു പോകും. വേലയെടുത്ത്. വേല. വേല എന്ന് വെച്ചാൽ എന്താണ്? ജോലി. ജോലി, വേല. വേല. വേല എന്ന് വെച്ചാൽ ജോലി എന്നർത്ഥം. ഓക്കെ, വേലയെടുത്തേ. അപ്പം ജോലിയെടുത്ത് നീ മരിച്ചു പോകും. അയ്യോ, നീ ഇങ്ങനെ ജോലിയെടുത്താൽ നീ എന്താണ്? ഇല്ലാണ്ടാവും, മരിച്ചു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? വേലയെടുത്ത്. വേലയെടുത്ത്. അവിടെ ഒരു പിരിച്ചെഴുതാണ്ട ഒരു ഇതുണ്ട് അല്ലേ? വേലയെടുത്ത്. വേലയെടുത്ത് എങ്ങനെ എഴുതും? വേല പ്ലസ് എടുത്ത്. അപ്പം എങ്ങനെ എഴുതും? വേലയെടുത്ത്. വേലയെടുത്ത് എങ്ങനെ പിരിച്ചെഴുതാം? വേല അധികം എടുത്ത്, അധികം എടുത്ത്, വേലയെടുത്ത്. ഓക്കെ, അപ്പോൾ വേലയെടുത്ത് നീ രാത്രി ഇങ്ങനെ കഷ്ടപ്പെട്ട് എപ്പോഴും ജോലി ചെയ്താൽ നീ വേലയെടുത്ത് ജോലിയെടുത്ത് മരിച്ചു പോവും. പിന്നെന്താ പറഞ്ഞ? പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തും അടിച്ചു നിൽപ്പൂ. അപ്പോൾ പാവമേ. അപ്പോൾ ഇങ്ങനെ കിടന്ന് ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പാവം തോന്നുവാണ് കവയത്രിക്ക്. അപ്പോൾ പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും. തുടച്ചു നീക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ഉറുമ്പൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഉറുമ്പൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് പോകുമ്പോൾ നമുക്ക് അവരെ വഴി തെറ്റിച്ചു വിടുക അല്ലേ? ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് ഇങ്ങനെ തുടച്ചു നീക്കുക. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടം തെറ്റി ഇങ്ങനെ കിടന്ന ഇതൊക്കെ കാണുമ്പോൾ ഒരു കൊച്ചിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാറില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ അതുപോലെ കവയത്രിക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്താണ്? പാവമേ, നിൻ്റെ കാര്യം കാണുമ്പോൾ പാവമാണ്. നിന്നെ തുടച്ച് നീക്കുന്ന, ഇങ്ങനെ തുടച്ച് ഇല്ലാണ്ടാക്കുന്ന, അല്ലെങ്കിൽ തുടച്ച് നീക്കുക എന്താണ്? അത് ഉറപ്പായിട്ടും അതെന്താണ്? മരിച്ചു പോകും അല്ലേ? അപ്പോൾ തുടച്ച് നീക്കുന്നതും
പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. പാപമാണെന്ന് ഓർത്തിങ്ങനെ ഞാനിങ്ങനെ മടിച്ചു നിൽക്കുക. അയ്യോ നിന്നെ ഒന്ന് തുടച്ചു നിൽക്കുക, അത് പാപമാണ്, മഹാപാപമാണെന്ന് ഓർത്തിങ്ങനെ കവയത്രി ഇങ്ങനെ മടിച്ചു നിൽക്കുവാണ്. ഓക്കെ, അടുത്ത വരി. നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ്കുരുന്നില കാട് ചുറ്റി. അപ്പോൾ ഇനി അടുത്ത ലാസ്റ്റിലോട്ട് കിടക്കുവാണ്. നീ ഉറുമ്പ് നീ ജനൽ മെല്ലെ കടന്ന്, അപ്പോൾ ജനലിന് പതുക്കെ കടന്ന്, ജനലിന് വഴി പതുക്കെ കടന്ന് മുറ്റത്തോട്ടുള്ള എന്താ പൂവാങ്കുരുന്നില കാട് ചുറ്റി. അതെന്താണ് പൂവാങ്കുരുന്നില? പൂവാങ്കുരുന്നില എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. നമ്മുടെ ഈ എന്താണ് നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു തരം ചെടിയാണ് പൂവാങ്കുരുന്നില. അപ്പോൾ ആ പൂവാങ്കുരുന്നില ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് പൂവാങ്കുരുന്നില കാട് ചുറ്റി പോകുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വരികളിൽ കുറച്ച് എന്താ പിരിച്ചെഴുതാനുള്ളതുണ്ട് അല്ലേ? എന്താണ്? മെല്ലെ കടന്നു എന്ന് പറഞ്ഞാൽ മെല്ലെ അധികം കടന്ന്. അപ്പം എങ്ങനെ എഴുതും? മെല്ലെ കടന്ന് എങ്ങനെ എഴുതും? മെല്ലെ അധികം കടന്ന്. ഓക്കെ, പിന്നെ വേറെന്തുണ്ട് പിരിച്ചെഴുതാൻ? അതിനകത്ത് വേറെ തന്നെ വാക്കുണ്ട്, മുറ്റത്തുള്ള എങ്ങനെ എഴുതാം? മുറ്റത്ത് അധികം ഉള്ള. അപ്പം എങ്ങനെ എഴുതാം? മുറ്റത്ത് അധികം മുറ്റത്തുള്ള. ഓക്കെ, ഇനി അടുത്ത ബാക്കി വരികളിലോട്ട് നോക്കാം. ഇനി അടുത്ത വരി എന്താണ്? അപ്പോൾ നീ മെല്ലെ കടന്ന് ജനൽ വഴി മെല്ലെ കടന്ന് പൂവാങ്കുരുന്നിലെ കാട് ചുറ്റി എങ്ങോട്ട് പോവാ? അടുത്ത് വന്മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോട് ചുറ്റി. വന്മല അല്ലേ? വന്മല പോലെ വഴിമുടക്കാൻ നിന്ന, അപ്പോൾ വലിയ മല പോലെ വഴി തടസ്സമായിട്ട് നിന്ന വെള്ളാരം കല്ല്. നമുക്കറിയാം എന്താണ്, ഉറുമ്പ് ഒരു ചെറിയ ജീവിയാണ് അല്ലേ? വളരെ ചെറിയ ജീവിയായതുകൊണ്ട് നമുക്കറിയാം നമുക്കെന്താണ് കല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ജീവി, കല്ലിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ വലുതായതുകൊണ്ട് നമുക്ക് കല്ലൊരു ചെറുത് പോലെ തോന്നും. പക്ഷേ കല്ലിനെ അപേക്ഷിച്ച് ഉറുമ്പ് വളരെ ചെറുതാണ്. അപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് ഉറുമ്പിന് ഈ കല്ലിനെ നോക്കുമ്പോൾ എന്താണ്, ഒരു വൻമല പോലെ തോന്നും. അപ്പോൾ ഈ വൻമല, അതാണ് ഈ വെള്ളാരങ്കല്ലിൻ്റെ വൻമല. ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു വലിയ മല പോലെ വെള്ളാരങ്കല്ലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മല കയറി പോവില്ല. അപ്പോൾ വെള്ളാരങ്കല്ലിൻ്റെ ചുവട് ചുറ്റി. അപ്പോൾ എങ്ങനെയും ഈ കല്ലിൻ്റെ ചുവടിൽ നിന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയായിരിക്കും അപ്പുറത്ത് പോകുന്നത്. അത് ക്രോസ് ചെയ്യാൻ എന്താണ് ഇങ്ങനെ കയറി പോവോ? ഇല്ല. അപ്പോൾ എന്താണ്, നീ വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരങ്കല്ലിൻ്റെ ചുവട് ചുറ്റി. അപ്പോൾ അവിടെ നമുക്ക് വൻമല എന്താണ്? വൻമല. അപ്പോൾ വൻമലയെ വിഗ്രഹിച്ചെഴുതാൻ ചോദിക്കും. എന്താണ് വൻമല വിഗ്രഹിച്ചെഴുതാൻ പറഞ്ഞത്? എന്ത് എഴുതും നിങ്ങൾ? വൻമല എന്ന് വെച്ചാൽ വലിയതായ മലയാണ് നമ്മൾ വൻമല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൻമല എന്ന് വെച്ചാൽ വലിയതായ മല. ഓക്കെ, ഇനി അടുത്തെന്താണ്? പിന്നെ ഇവിടെ തന്നെ മലയ്ക്ക് നമുക്ക് വേറെ എന്തൊക്കെ പറയാം? മലയ്ക്ക് വേറെ ഗിരി എന്ന് പറയാം അല്ലേ? അദ്രം, അചലം, ഗിരി എന്നൊക്കെ പറയാം. ഓക്കെ, മലയ്ക്ക് വേറെ എന്തൊക്കെ വാക്ക് പറയാം? ഇവിടെ തന്നെ മലയ്ക്ക് വേറെ എന്തൊക്കെ പറയാം? മലയ്ക്ക് നമുക്കറിയാം ഗിരി എന്ന് പറയാം അല്ലേ? അചലം പറയാം, അദ്രി പറയാം. ഇങ്ങനെയൊക്കെ മലയ്ക്ക് വാക്കുകളുണ്ട്. ഓക്കെ, ഇനി അവിടെ പിരിച്ചെഴുതാൻ പറ്റിയ വേറൊരു വാക്കുണ്ട്, വെള്ളാരങ്കല്ല്. എങ്ങനെ എഴുതാം? വെള്ളാരങ്കല്ല് എങ്ങനെ പിരിച്ചെഴുതാം? വെള്ളാരങ്കല്ല് എങ്ങനെ പിരിച്ചെഴുതാം? വെള്ളാരം അധികം കല്ല്. വെള്ളാരം അധികം കല്ലാണ് വെള്ളാരങ്കല്ല്. ഓക്കെ, ഇനി ലാസ്റ്റ് അടുത്തെന്താ പറയുന്നത്? നീലക്കീഴാ നെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി. അപ്പോൾ അടുത്തെന്താണ്? നീലക്കീഴാ നെല്ലി. അപ്പോൾ ഉറുമ്പിങ്ങനെ ജനൽ കടന്ന് എന്താണ് പൂവാങ്കുരുന്നിനെ കാട് ചുറ്റി ഇങ്ങനെ വന്നപ്പോൾ വെള്ളാരങ്കല്ലിൻ്റെ വൻമല കണ്ട് അതിൻ്റെ ചോട് ചുറ്റി ഇങ്ങെത്തി. അടുത്തെവിടെയാണ്? നീലക്കീഴാ നെല്ലി. അടുത്തെന്താണ്? നീലക്കീഴാ നെല്ലിയുണ്ട്. മുക്കുറ്റി പൂക്കുന്ന, അപ്പോൾ നീലക്കീഴാ നെല്ലിയും മുക്കുറ്റിയും പൂക്കുന്ന മൂലയ്ക്ക്, അവിടെ ഒരു മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി. മൺകൂന കൊണ്ട് ഇങ്ങനെ കോട്ട വെച്ചേക്കുവാണ്. അപ്പോൾ അറിയാം നമുക്ക് ഉറുമ്പിലെ മണ്ണൊക്കെ കൊണ്ടാണ് വീടുണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ആ മൺകൂന കോട്ട പറ്റി, അവിടെ കോട്ടയിൽ എത്തി എന്നാണ്. അപ്പോൾ അങ്ങോട്ട് ആ മൺകൂന കോട്ടയിൽ എത്തി.
അപ്പോൾ ഇവിടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നീലക്കീഴാനെല്ലി. എങ്ങനെയാണ് നീലക്കീഴാനെല്ലി വിഗ്രഹിച്ചെഴുതാൻ ചോദിക്കാം. നീലക്കീഴാനെല്ലി എന്ന് പറഞ്ഞാൽ വിഗ്രഹിച്ചെഴുതാൻ പറഞ്ഞാൽ എന്തെഴുതാം? നീല നിറമുള്ള കീഴാർ നെല്ലിയാണ് നീലക്കീഴാനെല്ലി. ഓക്കെ, നീലക്കീഴാനെല്ലി. 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 നീലക്കീഴാനെല്ലി എന്താണ്? നീലക്കീഴാനെല്ലി എന്ന് വെച്ചാൽ നീല നിറമുള്ള കീഴാർ നെല്ലി. അപ്പോൾ നീല നിറമുള്ള കീഴാർ നെല്ലി. കീഴാർ നെല്ലി. നീല നിറമുള്ള കീഴാർ നെല്ലിയാണ് നീലക്കീഴാനെല്ലി. ഓക്കെ, പിന്നെ അതെന്താണ്? വേറെ എന്താണ് വിഗ്രഹിച്ചെഴുതാൻ? വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൺകൂനക്കോട്ട എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? മൺകൂനക്കോട്ട. 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 മൺകൂനക്കോട്ട എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? മൺകൂനെ ആകുന്ന കോട്ട. എന്താണ് മൺകൂനക്കോട്ട? മൺകൂനയാകുന്ന കോട്ട. മൺകൂനയാകുന്ന കോട്ടയാണ് മൺകൂനക്കോട്ട. ഓക്കെ, ഇനി അവസാനത്തെ വരിയിലെത്തും. അപ്പോൾ എവിടെ എത്തി ഇപ്പോൾ ഉറുമ്പ്? രാവിലെ അവിടെ നിന്ന് തേങ്ങാത്തിരിയൊക്കെ എടുത്ത് ഇപ്പം എൻ്റെ വീട്ടിൽ കോട്ട പറ്റി, അതായത് വീട് എത്തിച്ചേർന്നു. അവസാന വരിയിൽ എന്താ പറയുന്നത്? ആകെ തിരക്കിട്ടകത്തേക്ക് പോകയാണ് ആയാസമില്ല ചുമട്ടുകാരി. എന്താണ്? ആകെ തിരക്കിട്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തിരക്കിട്ട് അകത്തേക്ക് പോവുകയാണ്. ആകെ തിരക്ക് കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ആയാസമില്ല. ആയാസം. ആയാസം എന്ന് വെച്ചാൽ പ്രയാസം എന്നർത്ഥം. അപ്പോൾ ആയാസമില്ല എന്ന് വെച്ചാൽ പ്രയാസമില്ലാതെ ചുമട്ടുകാരി. അപ്പോൾ ആയാസം. ആയാസം. ആയാസം എന്ന് വെച്ചാൽ എന്താണ്? പ്രയാസം എന്നാണ് അർത്ഥം. ആയാസം എന്ന് വെച്ചാൽ പ്രയാസം എന്നാണ്. അപ്പോൾ ഇവിടെ ആയാസമില്ലാതെ, അപ്പോൾ ആയാസമില്ലാതെ എന്ന് വെച്ചാൽ പ്രയാസമൊന്നും ഇല്ലാതെ ചുമട്ടുകാരി. ചുമട്ടുകാരി. അപ്പോൾ എന്താ അവിടെ ഈ ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ? ഈ കവിത വേണമെങ്കിൽ നമുക്ക് എന്താണ് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു എന്താണ് ഒരു തൊഴിലാളി സ്ത്രീയോട് കൂടെയും നമുക്ക് ഈ ഉറുമ്പിനെ എന്താണ് ഉപമിക്കാം. അത്തരത്തിലാണ് ഇവിടെ ചുമട്ടുകാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ഒരു കവിത പഠിക്കുമ്പോൾ കവിതയുടെ ആശയം പഠിക്കുക. പിന്നെ അവിടെ നിന്ന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പോലും നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അവിടെ നിന്ന് എന്താണ് കവിതകളുടെ അർത്ഥവും വിഗ്രഹിച്ചെഴുതാനും പകരം പദവും പിരിച്ചെഴുതാനും ഇവയൊക്കെ ചേർത്ത് വേണം ഇങ്ങനെ കവിത പഠിക്കാൻ. അപ്പോൾ ഈ കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായോ? ഇഷ്ടമായോ? അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിനടുത്ത് അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ച് ഞാൻ ഇവിടെ തന്നിരിക്കുന്ന അർത്ഥങ്ങളും പകരം പദവും വിഗ്രഹിച്ചെഴുതുകയും പഠിച്ചിട്ട് പോകണം. അപ്പോൾ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 1 മാർക്ക് പോലും ചെറുതല്ല. ഇനി നമുക്ക് അടുത്ത പേജിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ കവിതയുമായി ബന്ധപ്പെട്ട് അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഓക്കെ, ഇവിടെ ഈ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾക്ക് ഞാനൊരു ഉത്തരം കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉത്തരം എഴുതാം. പിന്നെ മെയിനായിട്ടുള്ളൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട, ഞാനിതെല്ലാം പോയിൻ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അത് ഓർത്തെടുക്കാനും പഠിക്കാൻ ഈസിയാക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ പോയിൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കൂടുതൽ പെട്ടെന്ന് ഓർത്തെടുക്കാനും പഠിക്കാനും പറ്റും. പക്ഷേ അത് എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ പോയിൻ്റായിട്ട് എഴുതരുത്. എങ്ങനെ എഴുതേണ്ടേ? അതൊരു പാരഗ്രാഫ് പോലെ അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, പോയിൻറ്റ്സ് ആയിട്ട് എഴുതരുത്. മലയാളത്തിൽ അങ്ങനെ സാധാരണ നമ്മളൊരു പാരഗ്രാഫ് പോലെ ഒരു പാറ്റേണിലാണ് എഴുതുന്നത്. ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഓരോ പോയിൻ്റ്, ഒരു സെൻറ്റൻസ് ഒരു പോയിൻ്റ്, അടുത്തതായി അങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം, ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരു ദാഹിച്ചിതാ നോക്കി നിൽപ്പൂ. അപ്പോൾ എന്താ തീർന്നില്ല ക്വസ്റ്റ്യൻ.
ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കാമെന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാവാം? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ എന്താ, നമ്മൾ ഈ കവിതയിൽ പഠിച്ച 4 വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ, എണ്ണ മിനുങ്ങും മുഖത്ത് എന്ത് ഗൗരവം. എണ്ണ മിനുങ്ങുന്ന, അതായത് ഗ്ലോസി ആയിട്ടുള്ള എന്താണ് മുഖത്ത് എന്താണ് ഇത്ര ഗൗരവം. എള്ളുടൽക്ക് എന്തൊരു സൗകുമാര്യം. എള്ളുപോലെ ഇരിക്കുന്ന ഉടൽ, ശരീരത്തിന് എന്തൊരു സൗകുമാര്യം, അഴകാണ്, ഭംഗിയാണ്. ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ, ദാരു എന്ന് വെച്ചാൽ വൃക്ഷമാണ്. ഇവിടെ വൃക്ഷമല്ല, ഇവിടെ തടിയാണ് ഉദ്ദേശിക്കുന്നത്. തടിയിൽ നിന്നെ പകർത്തണമെന്നെൻ്റെ, നിന്നെ കൊത്തിവെക്കണം എന്നെൻ്റെ വേരു ദാഹിച്ചിതാ നോക്കി നിൽപ്പൂ, ഞാൻ ആഗ്രഹിച്ചിതാ നോക്കി നിൽക്കുവാണ് എന്നാണ് കവയിത്രി ഇവിടെ പറയുന്നത്. അപ്പോൾ ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കാം. അപ്പോൾ ഉറുമ്പിൻ്റെ ഈ പ്രവൃത്തി ജീവിത മാതൃകയാക്കാം എന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് എന്നാണ്. അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മളോട് നമ്മുടെ അഭിപ്രായം പറയാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പോയിൻറ്റ്സാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളത് പാരഗ്രാഫായിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ഉത്തരം എങ്ങനെയാണ്, ഒരു സിമ്പിളായിട്ടുള്ള ചെറിയതായിട്ട് മാക്സിമം ചെറുതാക്കി എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ രീതിയിലൊക്കെ നന്നായിട്ട് എഴുതാം മാർക്ക് അനുസരിച്ച്. ഓക്കെ, വിശപ്പുള്ളത് കൊണ്ടാണ് ഉറുമ്പ് ഭക്ഷണം തേടി വന്നത്. കിട്ടിയ തേങ്ങാത്തരി അതിനൊറ്റയ്ക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒറ്റയ്ക്ക് കഴിക്കാതെ തൻ്റെ സോദരർക്കൊപ്പം പങ്കുവെച്ച് കഴിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുകയാണ് ഉറുമ്പ്. തേങ്ങാത്തരി പൂവ് പോലെ കൊമ്പിൽ ഉയർത്തിപ്പിടിച്ച് ചന്തത്തിലാണ് ഉറുമ്പ് നടക്കുന്നത്. എണ്ണ തേച്ച് മിനുക്കിയതുപോലുള്ള മുഖത്തെ ഗൗരവം, ആകാരവടിവ്, എള്ളിൻ്റെ നിറം എന്നിവയിലൂടെ കവി ഉറുമ്പിൻ്റെ ഭംഗി വർണ്ണിക്കുന്നു. ഈ രൂപഭംഗി ഒരു തടിയിൽ ശില്പമാക്കാൻ കവി ആഗ്രഹിക്കുന്നു. ഉറുമ്പിൻ്റെ രാപ്പകലില്ലാതെയുള്ള അധ്വാനം, പങ്കുവയ്ക്കൽ, സ്വാർത്ഥതയില്ലാത്ത ജീവിതം എന്നിവ കണ്ടിട്ടാണ് ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കാമെന്ന് കവി പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രാവു പകൽ സന്ധ്യയുഷസില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും. പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാവമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. അപ്പം നമ്മൾ നേരത്തെ കവിതയിൽ പറഞ്ഞു അല്ലേ, രാവ് പകൽ സന്ധ്യ വിശ്വസില്ലാതെ. അപ്പോൾ രാവെന്നോ പകലെന്നോ സന്ധ്യയെന്നോ പ്രഭാതമെന്നോ ഒന്നും ഇല്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും. വേലയെടുത്ത് നീ ഇങ്ങനെ വേലയെടുത്താലും നീ മരിച്ചു പോകും. പാവമായ നിന്നെ തുടച്ചു നീക്കുന്നു. നമുക്കറിയാം, ഉറുമ്പെല്ലാം ഇങ്ങനെ വരിയായിട്ട് നേരത്തെ കവിത പറഞ്ഞു വരിയായിട്ട് പോകുമ്പോൾ അതിനെന്താണ്, നമുക്കൊന്ന് തുടച്ചു നീക്കാനൊക്കെ തോന്നും. പക്ഷെ എന്താണ്, ഇവിടെ കവയിത്രിക്ക് പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്ത് മടിച്ചു നിൽക്കുക. അങ്ങനെ തുടച്ചു നീക്കുന്നത് പാപമാണെന്നോർത്ത് ഞാനിങ്ങനെ മടിച്ചു നിൽക്കുകയാണ് എന്ന്. ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പരിശോധിക്കാനാണ് പറയുന്നത്. എന്താണ് ഉറുമ്പുകളോടുള്ള കവിയുടെ സമീപനം, അല്ലെങ്കിൽ ഉറുമ്പുകളോടുള്ള കരുതൽ എങ്ങനെയാണ്, അനുതാപം, ഇതെല്ലാം നമുക്ക് എന്തൊക്കെ അവയിലൂടെ നമുക്ക് എന്തൊക്കെ തിരിച്ചറിവ് കിട്ടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഇങ്ങനെ എഴുതാം. ആദ്യം നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആ കവിതയൊന്ന് വിശദീകരിച്ച് എഴുതുക അല്ലേ. രാത്രിയെന്നോ പകലെന്നോ സന്ധ്യയെന്നോ പ്രഭാതമെന്നോ നോക്കാതെ ഉറുമ്പ് പണിയെടുക്കുന്നു. ഇവിടെ കവയിത്രി ഉറുമ്പിൻ്റെ അധ്വാനശീലത്തെക്കുറിച്ച് പറയുന്നു. പാവമായ ഉറുമ്പിനെ തുടച്ചു നീക്കുന്നത് പാപമാണെന്ന് പറഞ്ഞ് കവയിത്രി മടിച്ചു നിൽക്കുന്നു. ഇതിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഭൂമിയെന്നും മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല ഭൂമി എന്നുള്ള തിരിച്ചറിവ് നൽകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ തിരിച്ചറിവ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇനി ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത മനോഭാവമാണ് കവയിത്രിയുടേത്. ഉറുമ്പ് ചെറിയ ജീവിയാണെങ്കിലും ആ ജീവിയോടും നമ്മൾ ആദരവ് കാണിക്കണം. ഇതിലൂടെ ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് എന്ന സന്ദേശമാണ് ലഭിക്കുന്നത്. മനുഷ്യനും മറ്റെല്ലാ ജീവികളും ഒരുമിച്ച് നിലനിൽക്കുമ്പോഴാണ് ഭൂമി മനോഹരമാകുന്നത്. ഉറുമ്പിനോടുള്ള കവയിത്രിയുടെ കരുതലും അനുതാപവും നമുക്കും മാതൃകയാക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തുള്ള ആൻസറാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാം. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ. ഉറുമ്പുകളുടെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാകും ചർച്ച ചെയ്യുക. അപ്പം എന്താണ് ഉറുമ്പുകളുടെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ? അപ്പം ഉറുമ്പെന്ന് പറയുന്ന വംശം, ഇപ്പം മനുഷ്യവംശം എന്ന് പറയുന്ന പോലെ ഉറുമ്പ് വംശത്തിൻ്റെ ആ വംശത്തിൻ്റെ മഹിമയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. അതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്നത്, അതിലൂടെ കവി അത് അന്വേഷിക്കുന്നതിനോടൊപ്പം നമ്മളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അതെന്തൊക്കെയാണെന്നാണ് പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാം എന്ന് ചർച്ച ചെയ്യാനാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? ഉറുമ്പിൻ്റെ വംശമഹിമയെക്കുറിച്ചാണ് വംശം എന്ന കവിതയിൽ പറയുന്നത്. ഉറുമ്പിൻ്റെ അധ്വാനശീലമാണ് ഒന്നാമത്തേത്. വിശപ്പുള്ളത് കൊണ്ടാണ് ഉറുമ്പ് ഭക്ഷണം തേടി വന്നത്. കിട്ടിയ തേങ്ങാത്തരി അതിനൊറ്റയ്ക്ക് കഴിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഒറ്റയ്ക്ക് കഴിക്കാതെ തൻ്റെ സോദരർക്കൊപ്പം പങ്കുവച്ച് കഴിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുകയാണ് ഉറുമ്പ്. പങ്കുവയ്പിലൂടെ ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ സന്ദേശമാണ് ഈ കവിത. കൂട്ടമായി പരസ്പരം ഇണങ്ങി സഹകരിച്ചാണ് ഉറുമ്പുകൾ ജീവിക്കുന്നത്. മനുഷ്യനും ഈ മാതൃക പിന്തുടരണമെന്ന് കവി പറയുന്നു. അധ്വാനിച്ച് പങ്കുവച്ച് സന്തോഷത്തോടെ കലഹങ്ങളും യുദ്ധങ്ങളുമൊന്നുമില്ലാതെ മനുഷ്യവംശം ഒന്നായി ജീവിക്കുമ്പോൾ ലോകവും സുന്ദരമാകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഉള്ളൂറിൻ്റെ 2 വരികളും പിന്നെ വിജയലക്ഷ്മിയുടെ നമ്മളിപ്പോൾ പഠിച്ച കവിതയിലെ 2 വരികളും തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 കാവ്യഭാഗങ്ങളിലെയും ജീവിത ദർശനം തമ്മിലൊരു താരതമ്യം ചെയ്യാൻ എഴുതാനാണ്. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം. അത് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. പേമഴക്കാലത്ത് സോതുവാ മീത്തരി സോദരർ കൊത്താസ്വദിക്ക നല്ലു. വിജയലക്ഷ്മി അല്ലേ, നമ്മളെന്താ പറഞ്ഞ? പേമഴക്കാലത്ത്, കനത്ത മഴക്കാലത്ത് സോതുവാ മീത്തരി, ഈത്തരി സോതോടെ സോദരർക്കൊത്ത് ആസ്വദിക്ക നല്ലു. സഹോദരങ്ങളൊത്ത് ഒരുമിച്ച് ആസ്വദിക്കുന്നത് നല്ലതാണ് എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്താ പറഞ്ഞത്? പദാർത്ഥ നിരതൻ പ്രകൃതിജ ഭാവം പരസ്പര ആകർഷം. അപ്പോൾ പ്രകൃതിയുടെ ഒരു ഭാവമാണ് നമ്മുടെ പരസ്പര ആകർഷണം എന്ന് പറയുന്നത്. പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം. അപ്പോൾ പ്രാണികുലത്തിൻ്റെ, ജീവികുലത്തിൻ്റെ എന്താണ് ഒരു വലിയൊരു ഗുണമാണ് പരസ്പരമുള്ള പ്രേമം, പരസ്പര സ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രേമസംഗീതത്തിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താരതമ്യക്കുറിപ്പ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. മഴക്കാലത്ത് സോദരർക്കൊപ്പം ആസ്വദിച്ച് കഴിക്കാനാണ് ഉറുമ്പ് തേങ്ങാത്തരിയുമായി പോകുന്നത്. പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ സ്വഭാവം പരസ്പരമുള്ള ആകർഷണമാണ്. ഇത് ജീവിവംശത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ജീവിവംശത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം പരസ്പര സ്നേഹമാണെന്നാണ് ഉള്ളൂർ പാടുന്നത്. പരസ്പര സ്നേഹം, പങ്കുവയ്ക്കൽ, സഹകരണം എന്നിവയെക്കുറിച്ചാണ് 2 കാവ്യഭാഗങ്ങളിലും പറയുന്നത്. കണ്ടോ, അപ്പോൾ അവിടെ താരതമ്യമായി. അതുകൊണ്ട് 2 കവിതകളിലെയും ജീവിത ദർശനം ഒന്നു തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാൻ തന്നെ നമ്മൾ ഒന്നാമത്തെ കവിതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആശയം എഴുതുക, 2ാമത്തെ കവിതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആശയം എഴുതുക, എന്നിട്ട് അവ തമ്മിലുള്ള സാമ്യത, അവ തമ്മിൽ എങ്ങനെയാണ് ഒരുപോലാണോ എന്നുള്ളത്, അതാണ് താരതമ്യക്കുറിപ്പിൽ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണികളാണ് ഉറുമ്പിൽ കവി കാണുന്നത്? കണ്ടെത്തുക. അപ്പോൾ എന്താണ് ജീവിതത്തെ സുന്ദരമാക്കാൻ, നമ്മുടെ ജീവിതം സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള എന്തെല്ലാം നൈപുണികൾ അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തനം, എന്തെല്ലാം കഴിവുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തികളാണ് ഉറുമ്പിൽ കവി കാണുന്നത് എന്നാണ് കണ്ടെത്താനാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ എന്തെഴുതാം? ജീവിതത്തെ സുന്ദരമാക്കാൻ ചില നൈപുണികൾ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ജീവിതം സുന്ദരമാക്കണമെങ്കിൽ ചില നൈപുണികൾ നമുക്ക് ആവശ്യമുണ്ട്. ഉറുമ്പിൻ്റെ അധ്വാനശീലമാണ് പ്രധാനപ്പെട്ട നൈപുണ്യം അല്ലേ? ഉറുമ്പിൽ നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യേണ്ടത് ഉറുമ്പിൻ്റെ അധ്വാനശീലമാണ്. അധ്വാനത്തിലൂടെ നമുക്കും ലോകത്തിനും പുരോഗതി ഉണ്ടാകുന്നു. അപ്പോൾ അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടൂ. ആ പ്രതിഫലത്തിലൂടെ മാത്രമേ നമുക്കും നമ്മുടെ ലോകത്തിനും പുരോഗതി ഉണ്ടാകത്തുള്ളൂ. രാത്രിയും പകലുമില്ലാതെ ഉറുമ്പ് പണിയെടുക്കുന്നത് പോലെ നമ്മളും അധ്വാനിച്ചാൽ നമുക്കും വിജയം കൈവരിക്കാം അല്ലേ? ഉറുമ്പ് കണ്ടിട്ടുണ്ട് എപ്പോഴും വിശ്രമമില്ലാതെ പണിയെടുക്കുന്നതാണ്, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. അപ്പോൾ അതുപോലെ നമ്മളും വർക്ക് ചെയ്താൽ, നമ്മൾ പഠിക്കുന്ന മേഖലയിലാണെങ്കിലും രാത്രിയെന്നോ പകലിലോ വ്യത്യാസമില്ലാതെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടാം. അതുപോലെ നമ്മൾ നല്ല രീതിയിൽ അധ്വാനിച്ചാൽ നമുക്കും വിജയം കൈവരിക്കാം. പങ്കുവയ്ക്കൽ, സഹകരണം എന്നിവയാണ് മറ്റു നൈപുണികൾ. അപ്പോൾ ഇനി അടുത്ത് ഒന്ന് അധ്വാനശീലം പറഞ്ഞു, ഇനി അടുത്ത് നമുക്ക് പങ്കുവയ്ക്കൽ, പിന്നെന്താണ് സഹകരണം. പങ്കുവയ്ക്കൽ എന്ന് വെച്ചാൽ പരസ്പരം കൊടുക്കൽ വാങ്ങൽ. ഓക്കെ, പിന്നെ സഹകരണം, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. ഇതൊക്കെയാണ് മറ്റ് നൈപുണികൾ. ഈ നൈപുണികൾ നമ്മളും പാലിച്ചാൽ ഭൂമി സ്വർഗമാകും. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാവരും ഒരുപോലെ ഇതെല്ലാം പാലിച്ചാൽ നമ്മുടെ ഭൂമി സ്വർഗമാകും എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ. പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി. ഈ വരികളിൽ തെളിയുന്ന കാവ്യഭംഗി വ്യക്തമാക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ് ആദ്യം പറയുന്നു?
പറയുന്നുണ്ട്, പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി, പാതകത്തിന്മേൽ, അപ്പോൾ അടുക്കളുടെ ആ പാതകത്തിൽ തെറിച്ച തേങ്ങാക്കൊത്ത് പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി, പൂവ് പോലെ കൊമ്പിലിങ്ങനെ എടുത്തുയർത്തി. ഈ അപ്പോൾ ഇതിൻ്റെ കാവ്യഭംഗി, അപ്പോൾ ഇതിൻ്റെ ഭംഗി എന്തെന്നാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ കാവ്യഭംഗി എഴുതണം, പിന്നെ അടുത്ത് ആസ്വാദനക്കുറിപ്പ് എഴുതണം, ഇതുപോലെയുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് കാവ്യഭംഗി എന്തെഴുതാം? അടുപ്പിൻ്റെ പാതകത്തിൽ നിന്ന് കിട്ടിയ തേങ്ങാത്തരി ഉയർത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് വരികളിൽ തെളിയുന്നത്. അപ്പോൾ ആ വരികളിൽ എന്താണ്, അതായത് അടുപ്പിൻ പാതകത്തിൽ നിന്ന് എന്താണ് കിട്ടിയ തേങ്ങാത്തരി ഉയർത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്ന രംഗം, ഇതാണ് കവിതയിൽ. അപ്പോൾ കവിതയിൽ എന്താണ്, ആ വരികളിൽ എന്താണ് കാണിക്കുന്നതെന്ന് പറയണം. അടുത്തെന്താ പറയാം? ഉറുമ്പിൻ്റെ കറുത്ത ശരീരവും വെളുത്ത തേങ്ങാത്തരിയും കാവ്യത്തിൻ്റെ മനോഹാരിത, അല്ലേ? അപ്പോൾ ഉറുമ്പിന് നമ്മളിവിടെ പറഞ്ഞു, പിന്നെ കറുത്ത ശരീരം എന്നാണ് പറയുന്നത്, എള്ളി നിറമെന്ന്. അപ്പോൾ കറുത്ത ശരീരവും പിന്നെ എന്താണ് അതിൽ ആ വെളുത്ത തേങ്ങാത്തരി, അപ്പോൾ അതൊരു നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. അപ്പോൾ അത് ഈ കവിതയുടെ ഒരു മനോഹാരിത കൂട്ടുന്നു, അതാണ് കാവ്യഭംഗി. നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാം. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യം കവി ആരാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു വേണം എഴുതി തുടങ്ങാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, പ്രശസ്ത കവയിത്രി വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിത അവതരണ ഭംഗി കൊണ്ടും ആശയം കൊണ്ടും മികച്ചു നിൽക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ പ്രശസ്ത കവയിത്രി ആരാണ്? വിജയലക്ഷ്മിയാണ് എഴുതിയത്. അപ്പോൾ വിജയലക്ഷ്മിയുടെ വംശം എന്ന് പറയുന്ന കവിത അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടും പിന്നെ അതിൻ്റെ ആശയങ്ങളും കൊണ്ടും മികവുറ്റതായി നിൽക്കുകയാണ്. ഉറുമ്പിൻ്റെ വംശത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ. അപ്പോൾ ഈ കവിതയിൽ ഏത് വംശത്തെക്കുറിച്ചാണ്? ഉറുമ്പ് വംശത്തെക്കുറിച്ച്. ചെറിയ ജീവിയാണെങ്കിലും അവയെ നാം മാതൃകയാക്കണമെന്നാണ് കവിതയിൽ പറയുന്നത്. അപ്പോൾ കുഞ്ഞു ജീവിയാണെങ്കിലും നമ്മൾ അതിനെ മാതൃകയാക്കണം എന്നാണ്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് കവയിത്രി ഇവിടെ പറയുന്നത്. ഉറുമ്പിൻ്റെ അധ്വാനശീലമാണ് ഒന്നാമത്തെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞത് തന്നെ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഈ മലയാളത്തിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് അതിന് നമുക്ക് പരസ്പരം റിലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി വെച്ച് നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ കവിതയിലെ വരികളുടെ അർത്ഥമൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഉറുമ്പിൻ്റെ അധ്വാനശീലമാണ് ഒന്നാമത്തത്. ഉറുമ്പിൻ്റെ രാപ്പകലില്ലാതെയുള്ള അധ്വാനം, പങ്കുവയ്ക്കൽ, സ്വാർത്ഥതയില്ലാത്ത ജീവിതം എന്നിവ കണ്ടിട്ടാണ് ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കണമെന്ന് കവി പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഉറുമ്പിൻ്റെ പങ്കുവയ്ക്കൽ, സഹകരണം, സ്വാർത്ഥതയില്ലാത്ത ജീവിതം, ഇതൊക്കെ കണ്ടിട്ട്, അധ്വാനശീലം, ഇതൊക്കെ കണ്ടിട്ട് പറയുവാണ് നമുക്ക് ഉറുമ്പിനെ മാതൃകയാക്കണം. തേങ്ങാത്തരി പൂവ് പോലെ കൊമ്പിൽ ഉയർത്തിപ്പിടിച്ച് ചന്തത്തിലാണ് ഉറുമ്പ് നടക്കുന്നതെന്ന മനോഹരമായ ചിത്രം ഈ കവിതയിലുണ്ട്, അല്ലേ? അപ്പോൾ മനോഹരമായ ഒരു മനോഹാരിത, ആ കവിതയ്ക്ക് മനോഹാരിത കൂട്ടുന്ന വരികളാണ്, അല്ലേ? തേങ്ങാത്തരി പൂവ് പോലെ കൊമ്പിൽ ഉയർത്തിപ്പിടിച്ച് ചന്തത്തിൽ ഉറുമ്പ് നടക്കുന്നു എന്നൊക്കെ, അത് നല്ലതല്ലേ? പിന്നെന്താണ്? എണ്ണ തേച്ച് മിനുക്കിയതുപോലുള്ള മുഖത്തെ ഗൗരവം, ആകാരവടിവ്, എള്ളിൻ്റെ നിറം എന്നിവയിലൂടെ കവി ഉറുമ്പിൻ്റെ ഭംഗി വർണ്ണിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ച ആ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെന്താണ്? മഴക്കാലത്ത് സോദരർക്കൊപ്പം ആസ്വദിച്ച് കഴിക്കാനാണ് ഉറുമ്പ് തേങ്ങാത്തരിയുമായി പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ തേങ്ങാത്തരി എന്തിനാണ് കൊണ്ടുപോകുന്നത്? മഴക്കാലത്ത് സോദരർക്കൊപ്പം ആസ്വദിച്ച് കഴിക്കാൻ. പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി, അപ്പോൾ ഇത് ഇനി അങ്ങോട്ട് മെയിനാണ്. പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി, എണ്ണമിനുങ്ങും മുഖം, എള്ളുടൽ, പൂവാങ്കുരുനിലക്കാട്, മൺകൂനക്കോട്ട തുടങ്ങിയ പ്രയോഗങ്ങൾ കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നു. ഓക്കെ. പിന്നെ അധ്വാനശീലം കൊണ്ടാണോ നൃത്തം ചെയ്തിട്ടാണോ ഉറുമ്പിൻ്റെ ശരീരം ഇത്രയ്ക്ക് ഒതുങ്ങിയതെന്നും കവയിത്രി ചോദിക്കുന്നു. അതുമാത്രമല്ല, ഉറുമ്പിനോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഈ അധ്വാനശീലം ഉള്ളത് കൊണ്ട് നൃത്തം ചെയ്തിട്ടാണോ ഉറുമ്പിൻ്റെ ശരീരം നല്ല വടിവത്തിരിക്കുന്നത്? അതായത് നമ്മളും നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിച്ചാൽ നമ്മുടെ ശരീരമൊക്കെ നല്ലതായി, നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആവും എന്നുള്ള ഒരു ആശയമാണ് അവിടെ കിട്ടുന്നത്. അവതരണ ഭംഗി കൊണ്ടും ആശയം കൊണ്ടും മികച്ചു നിൽക്കുന്നതാണ് വംശം എന്ന കവിത. ഇനി ആ കവിത മൊത്തത്തിൽ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ സെൻറ്റൻസ് തന്നെ ഒന്നുകൂടെ പറഞ്ഞ, അവതരണ ഭംഗി കൊണ്ടും ആശയം കൊണ്ടും മികച്ചു നിൽക്കുന്നു. പിന്നെ ഉറുമ്പ് എന്ന ചെറുജീവിയുടെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ട മഹത്തായ ജീവിത പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് കവയിത്രി. അപ്പോൾ എങ്ങനെയാണല്ലേ? ഉറുമ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ജീവിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ജീവി, അപ്പോൾ ഒരു ജീവിയും ചെറുതല്ല, പലതിൽ നിന്നും നമ്മൾ ചെറുതെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഉറുമ്പെന്ന് പറയുന്ന ഒരു ജീവി വളരെ ചെറുതാണെന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കാതെ അതിൻ്റെ മഹത്തായ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതവും ശോഭിക്കും എന്നുള്ള ഒരു ജീവിത പാഠങ്ങൾ നൽകുന്ന ഒരു കവിത കൂടിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ വംശം എന്ന കവിതയും അതിലെ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളും ഒക്കെ
ിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് തറവായിട്ട് പഠിക്കുക. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വംശം എന്ന് പറയുന്ന കവിതയിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ വംശം എന്ന കവിത കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാവി സൈനിങ് ഓഫ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.